ഈ കൊണ്ടാട്ടം ഇങ്ങനെ ഇതാക്കുക, ഇതിങ്ങനെ ചെയ്യാം, എന്നിട്ട് ഇവിടുന്ന് ഒരിക്കൽ കഴിച്ചവർ എന്തായാലും വീണ്ടും വരും. അതിന് ഞങ്ങൾക്ക് വേറെ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ വാക്കുകൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് പോണത്. എടുത്തു പറയാൻ ഒരു ബോർഡ് പോലും ഇല്ലാത്തൊരു കുഞ്ഞൂണ് കട. ഒരുപാട് വിഭവങ്ങളും ഇല്ല, ഇത്തിരി പോകുന്ന ആർഭാടങ്ങളും ഇല്ല. എന്നാൽ കഴിച്ചപ്പം വയറും മനസ്സും നിറഞ്ഞിട്ട് സൂപ്പർ ഹാപ്പി ടമ്മി എക്സ്പീരിയൻസ് ആയിരുന്നു. തീരെ പരിചയമില്ലാത്ത ഈ നാട്ടിൽ വന്നപ്പം എനിക്ക് കിട്ടിയ എൻ്റെ ഏകദേശം വട്ടുകളൊക്കെ ഉള്ള ചങ്ങാതിയായത്. ആരതോ റീൽ കണ്ട് ഇവള് പോയി കഴിച്ചതിന്റെ മഹിമ കേട്ടിട്ടാണ് ഒരു വണ്ടി നിറയെ ആളുകളായിട്ട് ഇന്ന് നമ്മളിവിടെ എത്തിയത്. വാഴയിൽ വെച്ച് ഒരു പറച്ചോറ് അങ്ങനെ തന്നെ പറയണം, കാരണം ഒരാൾക്ക് കഴിക്കാവുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റി അതിനുണ്ട്. ഇട്ടതിൽ പാദ്യം തിരിച്ചടിപ്പിച്ച് വേണമെങ്കിൽ വീണ്ടും ഇടാലോ ചേച്ചി എന്ന് പറഞ്ഞ് സാമ്പാറിനുള്ള കുഴിയും കുഴിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. സാമ്പാറും മീൻകറിയും വായക്കൂമ്പ് തോരനും അച്ചാറും പച്ചടിയും കൊണ്ടാട്ടമുളക് കൊടുക്കുന്ന ചെറിയൊരു ഊണ്. ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാന്താരിമുളക് ചമ്മന്തി ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞു. പക്ഷെ ഇന്നതില്ല, അതിന് പകരമാണ് പച്ചടി. സാധാരണ മീൻ പൊരിച്ച ഇല്ലെങ്കിൽ നമുക്ക് ഊണ് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ. എന്നാൽ മീൻ പൊരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഐറ്റംസ് എല്ലാം കൂടി കൂട്ടി കഴിച്ച് നമുക്ക് ആ വിടവ് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പൊരിച്ചതായിട്ട് അയലയാണ് ഉണ്ടായിരുന്നത്. നല്ല മുരിഞ്ഞ അയല തന്നെയാണ് ഈ ഊണിന് ബെസ്റ്റ് കോംബോ. മാസ്റ്റർ പീസ് ഐറ്റം ഈ ഒരു തൈരാണ്. ഏതാണ്ട് ഊണ് തുടങ്ങി പകുതിയാകുമ്പോൾ വരുന്ന ഈ ഒരു തൈരിന്റെ കൂടെ ആ കൊണ്ടാട്ടമുളക് മിക്സ് ചെയ്ത് ചോറും കൂടെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നെല്ലൂന്നി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ടാണ്. കഴിച്ചവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ എന്തായാലും പറയാം. അതേപോലെ ഇതുപോലത്തെ അടിപൊളി സ്പോട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യട്ടോ. ബൈ.